അർത്തുങ്കൽ അറവുകാട് ബാറിൽ ആക്രമണം. ബൈക്കിലെത്തിയ 4 അംഗ സംഘം വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഒരാളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് സൂചന. ഇന്നലെ വൈകുന്നേരം 7 മണി കഴിഞ്ഞ് 7:30-ക്കുള്ളിൽ ഒരു 4 പേര് വടിവാളുമായിട്ട് ഓടി അകത്തായിട്ട് കയറി. ലോക്കൽ ബാറിൽ വടക്കേ വാതിൽ തട്ടി അകത്തായിട്ട് കയറി. അവരൊരു ഭീകര അന്തരീക്ഷം അവിടെ ഈ വടിവാള് മേലാട്ട് ഒക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുലുക്കിക്കൊണ്ട് ഞങ്ങളുടെ കൗണ്ടറിൽ വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ വന്നവരെല്ലാം പേടിച്ച് വിറച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടി. അതിനുശേഷം അവർ ഓടിപ്പോയി നമ്മുടെ ലോക്കൽ ബാറിൽ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന മദ്യത്തിൻ്റെ അകത്താട്ട് ചാടി കയറി കൗണ്ടറിൽ കയറിയിട്ട് അതെല്ലാം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊളിച്ച് ശരിക്കും കുറേ കുപ്പികൾ പൊട്ടിച്ച് കളയുകയും കുറച്ചവരെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ഞങ്ങളുമായിട്ട് നാളിതുവരെ യാതൊരുവിധ പിണക്കോ പരിവോ ഒന്നുമില്ലാത്തവർ, നാളിതുവരെ ഞങ്ങളുമായിട്ട് ഇതിനു മുമ്പ് ഒരു വഴക്കിൻ്റെ ലക്ഷണം ഒന്നും തരാത്തവർ, എന്താണ് ഇങ്ങനെ ഒരു ചേതോപകാരം ഉണ്ടായെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് തക്ക സമയത്ത് വന്നതുകൊണ്ട് അവർ ആ സമയത്ത് അവിടെ മാറുകയും രാത്രി പോലീസ് പോയി പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ചിലരെ കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നൊക്കെ. CA മത്സാറാണ്, നല്ല ഭംഗിയായിട്ട് അത് പുള്ളി കൈകാര്യം ചെയ്യുന്നുണ്ട്. നല്ല പോലീസിൻ്റെ സേവനം നന്നായിട്ട് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് പിന്നൊരു ശൈത്യത്തിന് വന്നില്ല. ഞങ്ങൾക്ക് നല്ലൊരു നഷ്ടമുണ്ട് ഇതിനകത്ത്. അർത്തുങ്കൽ അറവുകാട് സ്വകാര്യ മദ്യശാലയായ ചള്ളിയിൽ കാസിൽസ് അടിച്ചു തകർത്ത് മദ്യ കവർച്ച. ഞായറാഴ്ച രാത്രി ബൈക്കുകളിലെത്തിയ 4 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. നടുറോഡിലടക്കം വടിവാളുകൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് മദ്യശാലയിലെത്തി അക്രമം കാട്ടിയത്. ബാർ കൗണ്ടറും മദ്യം വിളമ്പുന്ന മേശകളുമെല്ലാം വാളുകൾ കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും അടിച്ചു തകർത്തു. ക്യാഷ് കൗണ്ടർ പൊളിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും വിജയിച്ചില്ല. കൗണ്ടറിൽ നിന്നും മദ്യക്കുപ്പികൾ ശേഖരിച്ചാണ് സംഘം മടങ്ങിയത്. ആക്രമണത്തിൽ ഉൾപ്പെട്ട കടക്കരപ്പള്ളി വട്ടക്കര സ്വദേശി വിഷ്ണുഗോപിയെ അർത്തുങ്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ മദ്യശാലയിലെ ശുചീകരണ തൊഴിലാളി ഒഡീഷ സ്വദേശിക്കും പരിക്കേറ്റിട്ടുണ്ട്. മാനേജിംഗ് പാർട്ണർ ആര്യൻ ചളിയിലിൻ്റെ പരാതിയെ തുടർന്ന് ചേർത്തല ASP ഹരീഷ് ജെയിൻ്റെയും അർത്തുങ്കൽ ഇൻസ്പെക്ടർ PG മധുവിൻ്റെയും നേതൃത്വത്തിൽ പോലീസ് സംഘമെത്തി തെളിവെടുത്തു. മദ്യക്കവർച്ചയുടെയും അക്രമത്തിൻ്റെയും ദൃശ്യം CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായവരാണ് അക്രമികളെന്നാണ് വിവരം. 5 ലക്ഷത്തിൻ്റെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഏതാനും നാൾ മുമ്പ് ബാറിന് സമീപം സംഘർഷമുണ്ടായിരുന്നതായും ആ സംഭവവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. പുറത്ത് കുറേ പേര് അകത്തിരുന്ന ആൾക്കാർ ഉൾപ്പെടെ ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി, ബില്ലൊന്നും പേ ചെയ്യാതെ. പിന്നെ കൗണ്ടറിൽ ഇരുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വടിവാളിന് വെട്ടി പൊട്ടിക്കുന്നത്. ചില്ല് കുപ്പിയ വിദേശമദ്യം കൂടിയ വിലയുള്ള സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അവർ പുറത്ത് വന്നപ്പോൾ ഈ അകത്തുനിന്ന് ഇറങ്ങിയ ആൾക്കാർ പുറത്ത് കൂട്ടമായിട്ട് നിൽപ്പുണ്ടായിരുന്നു റോഡിൽ. അവരെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലിരുന്ന 2 വലിയ ഡിസ്പ്ലേ ബോർഡുകളാണ് വലിച്ച് റോഡിലിട്ട് പൊട്ടിച്ചത്. അപ്പം ആൾക്കാർ ചിതറി ഓടി. ആ സമയത്താണ് ഇവർ രക്ഷപ്പെട്ടത്. ഒരാളെ വിഷ്ണു എന്ന് പറയുന്ന ആളെ പിടിച്ചതായിട്ടാണ് കിട്ടിയ വിവരം. ഇവിടെ വല്ലപ്പോഴും കുടിക്കാൻ വരാറുണ്ട്. വന്ന് നാളിതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി ഇപ്പം കാപ്പയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. കാപ്പയുടെ ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉണ്ടായിരുന്നു.